അത് ഒരു ഹരിഹരൻ്റെ പ്രസ്താവന മാത്രമല്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അത് ജനങ്ങൾ പ്രതികരിക്കട്ടെ അത്തരം കാര്യങ്ങൾക്കെതിരെ. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് തന്നെ എനിക്കൊരു നാണക്കേടായിട്ട് തോന്നുകയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതല്ലെങ്കിൽ ആ രീതിയിലുള്ള വർത്തമാനങ്ങളുമാണ് ചിലരിൽ നിന്നുണ്ടാവുന്നത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ അതിന് പ്രതികരിക്കട്ടെ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതെ, നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. കുറേ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അത് നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പിന് മുമ്പ് സോഷ്യൽ മീഡിയയിലായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം അത് പൊതുവേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്തുകൊണ്ടുണ്ടാവുന്നുള്ള ഗൗരവമായി അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാനതിന് മറുപടി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ടതിൻ്റെ ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. എന്നാൽ ഇനിയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് പ്രതികരിച്ചേ പോവുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് അത് ബഹുജനങ്ങൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.